ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 31-ാമത് വചനം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും എന്നുള്ള വാക്കാണ്. ഈ ലോകത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനകത്ത് അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ തിരഞ്ഞെടുക്കുന്ന വഴികളും അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസൃതമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. എന്നാൽ ഒരുപറ്റം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യുന്നതനായ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ അവർ ശ്രദ്ധിക്കുകയും ആ ദൈവത്തിൻ്റെ ആലോചനകളെ അവർ കേട്ടിട്ട് ആ ആലോചനപ്രകാരമുള്ള വഴികൾ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം കൊടുത്തിരിക്കുന്ന ആലോചനയുടെ വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആരും പരാജയപ്പെട്ടു പോയിട്ടില്ല എന്നത് ഒരു നഗ്നമായ സത്യമാണ്. എന്നാൽ പല മണ്ഡലങ്ങളിലും മാനുഷികമായി എടുത്തിട്ടുള്ളതായ തീരുമാനങ്ങൾ അത് പരാജയത്തിൽ അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഉടമ്പടിയുടെ യാഗം കഴിക്കുവാൻ വന്നു നിൽക്കുന്ന അബ്രഹാം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അവൻ 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സ് പ്രായമുള്ളൊരു കോലാടിനെയും 3 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാങ്കുഞ്ഞിനെയും യാഗത്തിനു വേണ്ടി കൊണ്ടുവന്നു. എന്നാൽ എല്ലാറ്റിനെയും ഒത്ത നടുവെ പിളർന്ന് യാഗത്തിനായി വെക്കുമ്പോൾ ഒന്നിനെ മാത്രം, പക്ഷിയെ, അവൻ പിളർന്നില്ല. അവൻ്റെ ആലോചന, അവൻ്റെ ബുദ്ധി, അവൻ്റെ തീരുമാനം, അവൻ്റെ വഴി മാനുഷികമായ നിലയിൽ തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനയുടെ വഴി മാറ്റിയിട്ട് അബ്രഹാം തൻ്റെ വഴിയിലൂടെ ആ യാഗം കഴിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ ആലോചന തെറ്റായതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ ദൈവസാന്നിധ്യത്തിനു പകരം റാഞ്ചൻ ഇറങ്ങുന്നതിനും അങ്ങനെ അബ്രഹാമിനൊരു ഗാഢത വന്നിട്ട് നിൻ്റെ തലമുറ സ്വന്തമല്ലാത്ത ദേശത്തു 400 സംവത്സരം അടിമകളായി പോകേണ്ടി വരുമെന്നുമുള്ള ആ ഒരു വാക്ക് താൻ കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആലോചനയുടെ വഴി മറിച്ചിട്ട് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വഴികളിലൂടെ യാത്ര ചെയ്തതായിരുന്നു ആ പരാജയത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുവാൻ കാരണമായി തീർന്നത് എന്നുള്ളതാണ്. എന്നാൽ യോസേപ്പിനെ ഒന്ന് നോക്കണം. യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് വഴികൾ തൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിലും സർവശക്തനായ ദൈവം തന്നെ അധികാരിയാക്കുമെന്നുള്ള ആ ഒരു വാഗ്ദത്തം തൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ട് തൻ്റെ വഴികളൊന്നും താൻ തിരഞ്ഞെടുക്കുവാനിടയായില്ല. സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയപ്പോഴോ, സഹോദരന്മാർ ഇശ്മായിലെ കച്ചവടക്കാർക്ക് വിറ്റപ്പോഴോ, പുത്തിപ്പേറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴോ ഒന്നും സ്വയ താല്പര്യപ്രകാരം ഒരു വഴി തിരഞ്ഞെടുക്കാതെ ദൈവം തൻ്റെ മുമ്പിൽ വെച്ച വഴികളിലൂടെ മാത്രം താൻ മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നതുകൊണ്ട് യോസേപ്പിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഏറ്റവും ശ്രേഷ്ഠമായൊരു മണ്ഡലത്തിൽ എത്തിപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അബ്രഹാമിനെ പോലെ സ്വന്തം വഴിയിലൂടെ യാത്ര ചെയ്ത് തലമുറ നാശത്തിൽ ചെന്നെത്തുകയല്ല. യോസേപ്പിനെ പോലെ ദൈവത്തിൻ്റെ ആലോചനയുടെ വഴിയിലൂടെ നാം യാത്ര ചെയ്ത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായൊരു മണ്ഡലത്തിൽ എത്തിപ്പെടുന്നവരായി തീരേണ്ടതിന് നമുക്ക് അധികം ഉത്സാഹിക്കുന്നവരും അതിനായി പ്രയത്നിക്കുന്നവരും
ആയിത്തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനിടെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് ഞങ്ങൾ നാശത്തിൽ ചെന്നെത്തുവാൻ ഇടയായിത്തീരാതെ ദൈവം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴികളെക്കുറിച്ച് ആഴമായി ബോധവാന്മാരായി ആ വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങ് പ്രതീക്ഷിക്കുന്ന നിലകളിൽ ഞങ്ങൾ എത്തിച്ചേരുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.